Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
എന്നാ വിശർത്തിരിക്കെ? ഇന്നെന്താ കണ്ടത്? കുന്നിന്ന് താഴേക്ക് വീണതോ അതോ കിണറ്റി ചാടിയതോ? അച്യുതം കേശവം രാമനാരായണം ജപിച്ചായിരുന്നോ കിടക്കുന്നതിന് മുമ്പ്? അമാവാസി അടുത്തല്ലോ, അതാ മാർത്താണ്ഡൻ അത്രയും മൂത്തത്. ആ വിശാലമ്മാളിനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ അവനെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോവാൻ. ആര് കേക്കാൻ? പിതൃശാപാണ് പോലും. അമ്മാളെ, എന്റെ ഓർക്കം കെടുത്തല്ലേ. അർജുനൻ 10 ചൊല്ലി കിടക്കാൻ നോക്കൂ. ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം. അമ്മാൾ എന്തിനാ ഭയപ്പെടുന്നു? எனக்கு சாவறதுக்கு பயமா இருக்கு கௌசல்யா. ഇരിക്കണ കാലത്ത് സുഖമായിട്ടിരിക്കുക, മരിക്കാറാവുമ്പോ മരിക്കാം, അത്ര തന്നെ. என்ன மாமி கோலம் போட்டுட்டு இருக்கா? ஏய் சீக்கிரம் போடா. ദേവമാളെ, ദേവമാൾക്ക് അറിയോ എന്നാ? നമ്മുടെ തെക്കേടത്തെ രാമയിരില്ലയാ? ആമാ, രാമയിര് പോയി. നിജമാവാ? ആമാ, കിടപ്പിലായിരുന്നല്ലോ, ഒരേ കിടപ്പ്. എത്ര നാളായിട്ടായി മെനക്കേട്. ഇനി ഇതേമാതിരി 7 കൂടി ഉണ്ട്. ഞാൻ സാക്ഷിയാകുന്നു, മനസ്സാക്ഷി, ത്രികാലങ്ങളെ കാണുന്ന സാക്ഷി. ഒരു കഥയല്ലിത്. ഹൃദയമിടിപ്പുകൾക്ക് ചെവിയോർത്താൽ തിരിച്ചറിയപ്പെടുന്നത് പോലുള്ള ഒരു നേർ അനുഭൂതിയാണ്. അല്ല, കൗസല്യക്ക് എന്താ കൊമ്പുണ്ടോ? ഈ തെരുവിൽ ഒരു ഒറ്റ പെമ്പിളാർക്കും കുഴപ്പമില്ല, അവക്ക് മാത്രം എന്താ ഈ ചാട്ടം? 4 അടങ്കഴി പാല് വാങ്ങണ 2 അടങ്കഴി വെള്ളം, പിന്നെ എന്ത് ചെയ്യും? അനാവശ്യം പറയരുത്, തെക്കന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഓ, തന്റെ സ്വഭാവം പ്രവൃത്തി ഈ തെരുവ് എല്ലാവർക്കും അറിയാം. കണ്ണി ചോരണ്ടോ തനിക്ക്? ഇതിനേക്കാൾ നല്ലത് വെള്ളത്തിൽ പാലൊഴിച്ചോണ്ട് വരുന്നതാ. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. നല്ല മനസ്സുള്ളവരൊക്കെ വാങ്ങിയോ? മാമി മാറ്, ഇയാളോട് 2 ചോദിച്ചിട്ട് തന്നെ കാര്യം. കുറെ നാളായി. എന്നാ പിന്നെ തന്റെ പാൽ വിൽപ്പന കാണണം. വിട്ടറി, അടുത്ത വാരത്തിലിരുന്ന് നമ്മ കവർ പാല് വാങ്ങിയിട്ടില്ല. എന്തിനാ അടുത്ത വാരം വരെ വെയിറ്റ് ചെയ്യുന്ന? നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങിച്ചോന്നേ, ഞാൻ പാല് തരുന്നില്ല. അതാണ് നല്ലത്. ചെല്ല്. നിങ്ങൾ പോതല്ലേ, നിറയെ പാലിന് തള്ളി ഊത്തിയിട്ടില്ല. രാവിലെ ഞാൻ പശുവിനെ അഴിച്ച് ഇവിടെ കൊണ്ട് കെട്ടിത്തരാം. അസ്ത്രീകരം. അയ്യോ കഥക്ക്, ഈ അമ്മാളുടെ ഓരോ കാര്യം. ആ തെക്കന്റെ അഹമ്മദി കുറച്ച് കൂടുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് തന്നെ പാല് വാങ്ങിക്കണമെന്ന് എന്താ അത്ര വാശി? എത്ര നാളാച്ച നമ്മ അവനെ കാണുന്നു. ദിടീന്ന് എപ്പടി വേണ്ടാൻ ചൊല്ലുവോ? ദേവമാളുടെ ഈ നല്ല സ്വഭാവ ഇവന്മാരിങ്ങനെ മുതലെടുക്കുന്നത്. ഈ തെക്കനെ പട്ടരൊന്നുമല്ല, വടക്കേലെ രോഹിണിയമ്മാള് പറഞ്ഞതാ. എംബ്രാന്തിരിയാ. ചുമ്മാ എറിയുക കൗസല്യ, പാവം അവൻ എപ്പടി പൊഴക്കട്ടും. വെളുത്തതൊക്കെ അമ്മാളിന് പാലാ, ഞാനൊന്നും പറയുന്നില്ല. ദേവമാളെ,
கதவு துறாங்கோ. நான் பார்க்குறேன். കഥക് തുറക്കമ്മാളെ. കൊടുക്ക. ഇത് എന്നാ ബൊമ്മനാട്ടി? ആരുടെ കത്താമ്മാളെ? നോക്കട്ടെ. എന്നാ ഇത്? ആ, ഇത് വക്കീലാപ്പീസിലിരുന്ന് വന്ന കത്താ. ആ ദേവമാളോ, ഇരിക്കുക ഇരിക്കുക. കുടിക്കാൻ ഉള്ളേ വാമാളെ വാ. நான் உள்ள ചെല്ലുക. ലെറ്റർ കിടച്ചാച്ച്. ഉക്കാറ് ഉക്കാറ്. ഗൗരിയുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുണ്ടല്ലോ, ദേവമ്മാൾക്ക് കൂടി ഒരു അവകാശം കോടതിയിൽ നിന്ന് സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട്. ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം സെക്ഷൻ. എനിക്ക് കിടക്കലാണെങ്കിലും പരവായില്ല. സുബൈക്ക് തന്നെ പണത്തൊക്കെ ആവശ്യം. ആവശ്യമല്ല, ആർത്തിയ. ഗൗരിയുടെ മരണത്തിന് ശേഷം ഒരു തവണ പോലും അയാൾ വടക്കേ തെരുവിൽ വന്നിട്ടില്ലല്ലോ. എല്ലാം എനിക്കറിയാം. ഇപ്പൊ ഒരു തമിഴത്തി കൂടെ ഉണ്ടല്ലോ. കിട്ടണ പണമൊക്കെ ആ വഴിക്ക് പോയിക്കോളും. ശോ, കഷ്ടം. ദേവമ്മ ഈ പണമൊക്കെ എന്ത് ചെയ്യാനാ പോണത്? ശാന്തിവനത്തൊക്കെ കൊടുക്കലാന്ന് നനയ്ക്കറേ. എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഗൗരിയുടെ പണം അങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുന്നു. സന്തോഷായി. ഉണ്ടായിരിക്കണം. സ്വാമി നന്ദി, ரொம்ப നന്ദി. ஐயோ, கொடை மறந்துடுச்சே. கன்னி வெயில் தானே, நல்ல சூடு இருக்குது. അമ്മ ஆ വയറ് വലിക്കാം. നീ കൂടെ വാ അമ്മ. എന്നമ്മാ അത്? പാത്തു വേണ്ടമ്മ നടക്കാൻ. ഒന്നും പറ്റല്ലേ? എങ്ങോട്ടാ? കൽപ്പത്തി. ബാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നടന്നേ പോരെ. ഇല്ല, ഞാൻ കൊണ്ടാക്കാം. ബാ, കേറ്. ആ, എന്താ കുട്ടിയുടെ പേര്? പണി തരാൻ വേണ്ടി ഇറങ്ങിയതാണോ?
ശിവ ശിവ ശിവയനരാധ ഓം ശിവ ശിവ ശിവയനരാധ ഓം ശിവ ഇതെന്നെ അപ്പാ പാട്ട്. ശിവയനരാധ ഗൗരി ഭവഭയവാ. ഇതെന്താ ഇത് കാറിലൊക്കെ? ഇങ്ങനൊന്നും ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ. കൊള്ളാം, ആരടുത്ത് പറയാനാ, നല്ല ആളാ. വണ്ടി കൊള്ളാലോ. போதுமா? വന്ന് അമ്മാൾക്ക് ഇപ്പൊ എണ്ണാനേ അറിയില്ല. ഇതെത്ര? 5. ആ, അത്ര ഇടാനാ പറഞ്ഞേ. ഓ, 5 വേണമാ? 2 4 5. சாப்பிடு. സാമ്പാർ. സാമ്പാർ ഇല്ല. സാമ്പാർ ആയിപ്പോச்சு. തണ്ണി കുടി. കിഴക്കത്തെരുവിൽ ചന്ദ്രയ്യര് ഒരേ കിടപ്പാ അമ്മാളെ. ആ, വയസ്സ് 10-90 ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ട എന്റെ ശിവനെ സഹിക്കാൻ പറ്റില്ല. പൊട്ടി അളിഞ്ഞ് ഈച്ച കൊത്തി പുഴു അരിച്ച്. ഓ അമ്മേ, ഒന്ന് കാണേണ്ടതാ. എത്ര നല്ല ആളാക്കും. കാലിനിപ്പോ പണിമുടക്കിലാന്ന് തോന്നുന്നു അമ്മാളെ. കൊറേ പേരെ ഇപ്പൊ കാലിനും വേണ്ടാന്നായിരിക്കും. കലികാലം. നിന്റെ അയ്യരുടെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ട്. എന്നാച്ച്? വടക്കേ തെരുവിലെ എല്ലാരുമായിട്ടും തെക്കൻ ശണ്ടയാ. വയസ്സായ മാമിമാര് വരെ 1ഉം 2ഉം പറഞ്ഞ് വഴക്കാ. എന്നാ അമ്മളെ കാര്യം? പാലില് മൊത്തം വെള്ളം, അളവൊന്നും കൃത്യമല്ല. ദേ കുസുമാക്ക, ഒന്ന് ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ നാള് വരെ ശണ്ടയായിരുന്നു. തെക്കേ മഠത്തിലെ കൗസല്യായിട്ട് അതാ കൗസല്യ വരുന്നു. ശിവ ശിവ. അതെ അതെ, എന്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് തുണ്ട 2ആണ്. തെക്കിനോടൊന്ന് ഒതുങ്ങാൻ പറ. അക്ക കവലപ്പെടാതെ ഞാൻ പാത്തുക്കറേ. നീ കൊറേ പാക്കും. മുതലേ പെമ്പിള്ള നന്നായിരിക്കണം, അല്ലെങ്കിലേ മാപ്പിള കെട്ടുപോവും. കെട്ടിയന്റെ മേലൊരു കണ്ണ് വെച്ചോ, അതാ നല്ലത്. ഇന്ന് 32 ലിറ്റർ പാല് കൊണ്ടുപോയി. 32 × 36, 1 ലിറ്റർ പാലിന് 36 രൂപ. മൊത്തം 1152 രൂപ. അത്രയുണ്ടായിരുന്നു. ഇതില് 15 രൂപയുടെ കുറവുണ്ടല്ലോ.
അത് പിന്നെ എന്റെ ഈ ടയർ പഞ്ചറായി പോയി. ഏ? അല്ല, നിങ്ങളുടെ സൈക്കിളിന്റെ ടയർ പഞ്ചറായി പോയി. നിങ്ങളുടെ സൈക്കിൾ മാത്രം എന്നെ എന്നൊന്നും പഞ്ചറാകുന്നത്. ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല നീ. സത്യം പറ, നിങ്ങൾ ഇന്ന കാശ് അംബികമാളിന് കൊടുത്തില്ലേ? ഇല്ല ചെല്ലം, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളെ അല്ല. എന്നെ വിശ്വസിക്കുന്നത് നിന്നാണ് സത്യം. ഓ, എന്നെ പിടിച്ച് സത്യം ഇടണ്ട. എന്നെ കൊണ്ടാണ് ഇട്ടിട്ട് എന്റെ തല പൊട്ടാൻ. സത്യം പറ, എത്ര ലിറ്റർ വെള്ളം ഇന്ന് പാലിൽ ചേർത്തത്? 1 2 3 4. ആ പൈസ നിങ്ങൾ ഇന്ന് ദേവിക അമ്മാളിന് കൊടുത്തില്ലേ? അയ്യോ സത്യമായിട്ടും ഇല്ല. നോക്കിക്കോ, നിങ്ങളെ കാണിച്ചു തരാം. ഉടുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. അങ്ങനെ 1100 രൂപയുടെ സാധനം അവൾ അടിച്ചു പൊട്ടിച്ചു. നമ്മുടെ കൗസല്യ ദേവന്മാർക്ക് കൂട്ടുകിടന്നിട്ട് എന്ത് ഗുണാണാവോ ഉണ്ടാവുക? എനിക്കൊന്നും അറിയില്ലേ. നീ മുല്ലശ്ശേരി പട്ടരുമായിട്ട് ഒളിസേവ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അതിന് വല്ല ഗുണവും ഉണ്ടായോ എന്തോ? ഒരു ഗുണമുണ്ട്. ഇപ്പോഴത്തെ കുട്ടിക്ക് മുല്ലശ്ശേരി പട്ടര പോലെ കവളിൽ ഒരു മറുകുണ്ട്. അയ്യോ എന്റെ പെരുമാളെ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? അതിരാവിലെ വെറും വയറ്റില് ഇവിടെ ചിലർക്ക് എന്റെ വായിലിരിക്കുന്ന 2 തെറി കേട്ടാലേ സമാധാനാവും. ഒന്ന് പോടി. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ഓ ശിവ ശിവ. ഒന്ന് ചുമ്മാതിരി. എന്തിനാ ഗീതമാളെ നുണക്കഥയൊക്കെ പറഞ്ഞത്? അവരൊരു പാവ സ്ത്രീ. അവരുള്ളത് കൊണ്ട് ആ കൗസല്യ ജീവിച്ചു പോകുന്നു. കുറച്ച് വസ്തു വീടുള്ളത് വാസ്തവ. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കിളവയ്ക്കാണെ ഒരു സുഖേടും ഇല്ല. കൊഞ്ചം പൈത്യം ഇருக்கு. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവന്മാരുടെ കാര്യം പെട്ടെന്ന് നടക്കും. അച്ചോ, അപ്പടിയെല്ലാം சொல்லாதடி. പാവം ദേവന്മാള്. അവർക്ക് കടവുള് ദീർഘായുസ് കൊടുക്കട്ടും. കടവുളേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ. കൊടുക്കും കൊടുക്കും, കാണാം. ഒരു കള്ള കണ്ടം പൂച്ച ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കൈ കിട്ടിയ നല്ല പട കൊടുക്കും. തക്കം കിട്ടിയ അടക്കളയിൽ കയറും, എന്നിട്ടൊക്കെ തട്ടിമറിക്കും. ചക്ക കിട്ടിയ അതെല്ലാം കൗസല്യക്കാം. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവന്മാരുടെ കാര്യം പെട്ടെന്ന് നടക്കും. കൗസല്യ, കൗസല്യ, എന്താ അമ്മാളെ? നീ എന്റെ പക്കം പോയി പട്. അതെന്താ അമ്മാളെ? ഇത് നല്ല കാര്യം. ഞാൻ തൂക്കത്തിലെ കീഴ് വീഴുന്ന ഉങ്ക ഉടമ്പിലെ പെട്ട. അത് ശരി. അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പഴക്കം? ഞാൻ சொல்றது കേട്ടാ പോതും. പോ വെളിയെ. ഓ, நான் ஏதோ சொல்லியாச்சு, ஒன்றும் நினைக்க வேண்டாம். என்னோட ஓரோரோ விசாரங்களாக்கும்.
മനസ്സാക്കാതെ ഉറങ്ങി വിളിപ്പതും പിഴപ്പ്. കിട്ടും. കാലത്തന്നെ എത്തി വെട്ടി വിഴുങ്ങാൻ. പണ്ട് സായിപ്പന്മാരാ അമ്മാളെ ഇതൊക്കെ നന്നാക്കിയിരുന്നത്. ഈ നസ്രാണികൾ മരിക്കുമ്പോ എന്ത് രസാ അമ്മാളെ, ഈ പാട്ടും കൂത്തും ബാൻഡ് മേളൊക്കെ. അപ്പ വായ തുറന്ന ചെക്കൻ ചാക്കാളി വരുള്ളൂ പണ്ടാരടങ്ങാൻ. കാലന്റെ ഒരു തല്ലാള്. ഓ ഇതും ചത്തുപോലെ തന്നെ. ഓ അമ്മാളെ ഇപ്പൊ ശരിയാക്കി തരാം. സമയം ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്നവിടമാരിയാക്കിയിരുന്നു അങ്ങോട്ട്. ഇവിടെ നോക്ക്. എവിടെ വരാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാൻ എന്നെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാണ്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ. അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷവും കഴിഞ്ഞിട്ടേ പോകൂ. എന്റെ പെരുമാളെ, എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവോടി.
ബൃഹദീശ്വര ക്ഷേത്രത്തിലൊന്ന് പോണം. തഞ്ചാവൂരേ 14 നിലയുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ചിത്രകൂടമുണ്ട്. ആഹാ, കാണേണ്ട കാഴ്ച. സംഗീതം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ സംഗീതം. കീർത്തനം കേട്ടപ്പോ എന്താ ഒരു സുഖം. ഞാനും സന്താനങ്ങളെ പഠിപ്പിച്ചതാ. എന്നിട്ട് എന്തു പറ്റി? വിധി എന്നല്ലാതെ എന്തു പറയാൻ. ദേവനാരായണ ഭാഗവതരെ തെരിയുമാ? പിന്നെ പെരിയ ആള്, മഹാസംഗീതജ്ഞൻ. അവരോட மகனை நான் பார்த்தேன். நிஜமா? என்ன எங்க கொண்டு விட்டு போயாச்சு. ஆமா, என்ன பைத்தியம் பிடிச்சிருக்கா? பைத்தியம் இல்லடி, நிஜம்தான். அப்பா மாதிரியே இருக்கு. அப்படியா? ஆனா பேச முடியல. அது என்ன ஊமையா? ஊமை கிடையாது, திடீர்னு போயாச்சு. என்ன உஷ்ணம். கொடுத்த வேலை பண்ணியாச்சு. தேவநாராயண பாகவதற்கு ஒரே ஒரு குழந்தை, ஹரிநாராயணன். வேலை ஒண்ணுமே இல்லை. அங்கே இங்கே சுற்றி திரியல், அதுதான் வேலை. மேரேஜ் கழிஞ்சாச்சு. பொண்ணு நல்ல ஆட்டக்காரி. மொத்தத்தில் பொண்டாட்டி வேலை பண்ணும், இவன் உட்கார்ந்து இருந்து சாப்பிடுவேன். கொஞ்சம் பிடி. இப்ப வரேன். அப்பப்பா நிறைய பார்த்துருக்கேன். ஆனா இது ஒரு பிரத்யேக வெரைட்டி. ரொம்ப நன்றி. வரட்டுமா? இப்போவே சமையாச்சு, சீக்கிரம் போங்க. നേരത്തെ ചെന്നിട്ട് അതങ്ങടെ ഏറ്റുവാങ്ങാനാണോ? എന്താ കൂവലേ? ഡോ, ഞാൻ കാര്യമായിട്ട് പറയാ, നീ നല്ലൊരു ആട്ടക്കാരി ആവണം. നമ്മ കുടുംബം പെരുസാവണം, അതുതാ മുഖ്യം. എന്റെ ഫെലോഷിപ്പും കുട്ടികൾ വരുന്ന വേദനകളും ഒക്കെ ആയിട്ട് ജീവിതം ഒപ്പിക്കാൻ പറ്റുമോ? ഈ കാറൊന്ന് മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നാളെത്രേ? അതൊക്കെ നമുക്ക് വാങ്ങാം. നമ്മൾ വാങ്ങും. താൻ പോയി തകർത്തിട്ട് പാടോ? സത്യഭാമ തകർക്കും. అరషేది మాణిక్యమో పంతమాడే కంసుని పాలివజ్రములో అంత నిండ గొల్లేదల. అరషేది మాణిక్యమో పంతమాడే కంసుని పాలివజ్రములో కాంతుల మూడులో గల గరుడ
చింతల మాలోలున్న చిన్న కృష్ణుడు చింతల మాలోలున్న చిన్న కృష్ణుడు ముద్దుగారే యశోద ముంగిడి ముత్యము వీడు తిత్తరాని మహిమల దేవకి തകർക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. കാർത്തന്നെ ഇരുന്നോണ്ട് എനിക്ക് കയറി കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും കാർത്തന്നെ ഇരിക്കണത്. ആഹാ പറയോ പറയോ ഞാൻ താൻ വിഷമിക്കണടോ. ഇതിന്റെ കുറവ് നാളെ കുട്ടികളുടെ മുമ്പിൽ തീർക്കാം. ആ അതെ ഉം. ഉം. ആ തെക്കേ തെരുവിലെ അൻപുഷെൽവി തെക്കേ തെരുവിലെ അൻപുഷെൽവി 2 മാസമാ ഫീസ് കൊടുക്കില്ലേ? അവളുടെ അമ്പുഷെൽവി ഫീസ് రతి కేళి రుక్మిణికి రంగు మూవి పోగడము మితి గోవర్ధనము గోవేదికము రతి కేళి రుక్మిణికి రంగు మూవి పోగడము మితి గోవర్ధనము గోవేదికము శతమై శంఖ చక్రాల సంతుల వైడూర్యము శతమై శంఖ చక్రాల సంతుల వైడూర్యము గతియే మమోగాచే కమలాక్షుడు గతియే మమోగాచే కమలాక్షుడు గతియే మమోగాచే కమలాక్షుడు ముద్దుగారే యశోద ముంగిడి ముత్యము వీడు తిత్తరాని మహిమల దేవకీ సుతుడు ముద్దుగారే యశోద. நேற்று ஆட்டத்தில் என்ன பூ வச்சிருந்த? சாதாரண பூதை வச்சிருந்த. அப்படியா? ஆமா, ஆட்டத்துல என்ன பிரச்சனை? பெருசா இதுல చింతల మాలోలున్న చిన్న కృష్ణుడు చింతల మాలోలున్న చిన్న కృష్ణుడు ముద్దుగారే యశోద. ஊருக்காரில் வேற மாதிரி சொல்லிட்டு இருக்கு. ஆமா, ஊருக்கு வேற வேலையே இல்ல. அங்க பாரு, சாமியார் வராங்க. எதிர்காலத்தை பத்தி எல்லாம் சொல்ல போறீங்களாமா? ஆமா ஆமா. അവര് പറയുന്നത് കേട്ടു, സന്തോഷായി. സ്വാമി അറിഞ്ഞോണ്ടല്ലോ സ്വാമി, ചൂടെ തെറ്റിപ്പോയതല്ലേ. സത്യഭാമയെ സംബന്ധിച്ച് ഇതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ. സ്വാമി ഈ ആട്ടവും പാട്ടും മാത്രം പോരാ ഭാമേ. ഒരു കുളന്തയൊക്കെ ആയാലേ ജീവിതം പൂർണ്ണമാകൂ. കുളന്ത സ്വാമി. ആ മോളെ, ആട്ടത്തില് ചൂടുകൾ പിഴയ്ക്കാം, പക്ഷെ ജീവിതത്തിൽ ആവരുത് ഭാമേ. പുരിഞ്ചുകോ. ടീച്ചറെ, അരുണാചൽ പ്രദേശിലെ സിംഗ്പോ, അതിന്റെ സംഗീതം കേട്ടിട്ടുണ്ടോ? അതായിരുന്നു എന്റെ റിസർച്ചിന്റെ സബ്ജക്ട്. കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. മൊത്തം അപ്പ അവിടെതല്ലേ, ഞാനതിനെ കൊഞ്ചൊന്ന് ഭംഗിയാക്കി, അത്രേ ഉള്ളൂ. ആളൊട്ടും മോശക്കാരനല്ല. ഞാനത് സംസ്കൃതി ഫൗണ്ടേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പാക്കലാം. ടീച്ചറെ, ആസാമിലെ ബിഹു എന്താ രസം, അതാണ് സംഗീതം. പിന്നെ ആസാമിലെ ബീഹു ബീഹു കാണാൻ പോയിട്ട് എന്റെ കാപ്പൊരെണ്ണം പോയി. എന്റെ പാട്ടി നന്നായിരുന്നു. അല്ല,
കലാമണ്ഡലത്തിൽ നിന്ന് ടീച്ചർ ഒഴിഞ്ഞു എന്ന് കേട്ടു. കലാമണ്ഡലം തന്നെ ഒഴിഞ്ഞെന്നാ ഞാൻ കേട്ടത്. ഇപ്പൊ ആർക്ക് വേണം ഈ കലയും കഥകളിയും ഒക്കെ? വിദേശികൾക്കല്ലേ ഈ ഭ്രമമൊക്കെ. അതെ, മൂപ്പർക്ക് അവിടെ ഒരു പണി ശരിയാക്കി കൊടുത്തൂടെ? അയ്യോ, ഇപ്പൊ തന്നെ എനിക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്. അപ്പോഴാ എടുത്തോളാടി. ഹരി, ദേ ഞാൻ ഇറങ്ങുവാ. പറഞ്ഞതുപോലെ വാരണാസിന്ന് അവര് വരും. 16 അല്ലെങ്കിൽ 18. ആ ഹരി, കളിച്ചൊന്നും നടക്കാതെ 10 കാശ് സമ്പാദിക്കാൻ നോക്ക്. ഇപ്പോഴേ ഇതൊക്കെ നടക്കൂ. ഞാൻ ഇറങ്ങുവാ. വടക്കുന്നാരോ വരുന്ന ടീച്ചർ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. പണ്ഡിതന്മാരല്ലേ, അന്വേഷിച്ചൊക്കെ ആൾക്കാർ വരും. പണ്ഡിതൻ. ഇനി എന്റെ ആട്ടത്തെ കുറിച്ച് കേട്ടിട്ടെങ്ങാനും ആണോ ആവോ? നീ എന്നെ ഇങ്ങനെ അങ്ങ് സങ്കടപ്പെടുത്തല്ലേ. അതെ, ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. ഒന്ന് ഉത്സാഹിക്ക. പിന്നെ ഞാനോട് ഉത്സാഹിച്ചോണ്ടിരിക്കല്ലേ. അയ്യേ, ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങളോ? ഹരി, எனக்கொரு ஆசை இருக்கு. என்ன? எனக்கு ஒரு குழந்தை தருமா? குழந்தை? അവൻ ഇപ്പ സ്വാമി சொல்லியாச்சு, ഒരു കുഴந்தை വരുമ്പോൾ എല്ലാം ശരിയായിടും. ഇന്നലെ വരാൻ പറ്റിയില്ല. തേരോട്ടം ഇങ്ങ് വരികയല്ലേ. കൊടിയേറ്റം അടുത്ത വാരം. தெரியும் தெரியும். அதுக்கு முன்னாடி கொண்டு வாங்க. ஆமா. அம்மாள் இங்க வாங்கோ. ஆ, போங்க. சரி, சீக்கிரம் வாங்கோ. வரேன். கொத்தாத. அம்மாளே, இங்க வாங்கோ. இது பாருங்க. என்னது? അമ്മാൾ ഇത് കേൾക്ക്. സംസ്കൃതി പുരസ്കാരം മലയാളിക്ക്. ഇന്ത്യൻ ട്രൈബൽ സംഗീതത്തെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് മലയാളിയായ ഹരിനാരായണൻ അർഹനായത്. ഫോട്ടോ ഒക്കെ ഉണ്ട്. தெரியுமா, ആ പാടുന്നത് സ്വാമികളാ, ദേവനാരായണ സ്വാമികൾ, മംഗലത്തെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എന്നാ? ഈ സ്വാമികളുടെ കച്ചേരിക്കൊപ്പം ഒന്നിരുന്ന് വായിക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. கடவுளே, அப்படி சொல்லாதுங்க. அது கேக்குறதுக்கே எனக்கு பயமா இருக்கு. എന്നാച്ചമ്മാളെ, ഇയാളെ தெரியுமா? தெரியுமே, இது மங்களத்த சுவாமிகளோட மகனாக்கும். கௌசல்யா, எனக்கு இந்த ஆளை கொஞ்சம் பார்க்கணும். சுவாமிகளை பார்க்க முடியல. எப்படி? എന്തടാ, നിന്നോടൊന്നും കൂടാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. യു നോ, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഖജുരാഹോയിലെ എക്സ് മ്യൂസിക്കിനേക്കാളും തിരുനെൽവേലിയിലെ ഈ കാറ്റിന്റെ ഗന്ധമാണ് എനിക്കിഷ്ടം മോനെ. ഗീന, കൊച്ചിന്ന് ഇവിടെ എത്തിയിട്ട് ഇപ്പൊ ഷാർപ്പ് 9 hours ആയി. അപ്പോഴത്തേക്ക് അവളങ്ങ് മലയാളി മങ്കിയായിപ്പോയി. अरे भाई, ये आवाज बंद करो. क्या म्यूजिक है. ചലനെ ദോ യാർ. ഈ പട്ടൊരാളെങ്ങനെ അറിയോ? നോയാർ, വലിയ സംസ്കൃതി അവാർഡ് കിട്ടിയ ആളല്ലേ. ഹി മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ്, മേ ബി ഫണി. റിയലി? അച്ഛാ, നിങ്ങൾക്കറിയാലോ, എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഈ പ്രോജക്റ്റ്. ഓ യെസ്. മിസ്റ്റർ ജോൺ, BBC-ലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ, എന്നോട് ഹിന്റ് ചെയ്തിരുന്നു. ജെനറ്റിക്സിനെ അന്വേഷിച്ച് പോകുമ്പോൾ
ആദ്യം തിരയേണ്ടത് മ്യൂസിക്കിനെയാണെന്ന്. ഗോത്തിക് കൾച്ചറുള്ള ആദിമ മനുഷ്യന്റെ ആദ്യത്തെ ടെൻഷൻ റിലാക്സിംഗ് വെപ്പൺ എന്താണെന്ന് അറിയാമോ മക്കളെ? അവന്റെ മ്യൂസിക്. അപ്പൊ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. നിർത്തണ. യെസ്, ബട്ട് വി വിൽ ഡു ഇറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. വാങ്ങോ. Wow, beautiful. It's really interesting. ये कौन है? I'm sorry. Hindi. चूतिया आदमी. എന്തുവാടാ? ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ബിൽഡിംഗ് ആണല്ലോ ഇത്. അധികമൊന്നുമില്ല, ഒരു 100-150 വർഷം പഴക്കം, അത്രേ ഉള്ളൂ. അപ്പ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യനായിരുന്നു, മംഗലത്ത് ദേവനാരായണ ഭാഗവത. Yes, I've heard a lot. Great Carnatic musician. സൂക്ഷിച്ച്. Okay. साले पटर साले. അലൈപായുദേ കണ്ണാ എൻ മനം അലൈ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപായുദേ. സത്യഭാമേ. കോമം അവളുടെ ഒരു വേഷം പടുതി. അയ്യേ, പെണ്ണുങ്ങൾ ബീഡി വലിക്കൂ. ഷോർട്ടിടാതൊരു ഹരിയേട്ടണം. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തരുന്ന പണവും എനിക്ക് പ്രശ്നമല്ല. പിന്നെ ശരിക്കുണ്ടല്ലോ. പിന്നെ ഈ പണം കൊണ്ട് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചാ അതും നടക്കില്ല. എന്നാര് പറഞ്ഞു? ഇത് അവൾക്ക് കൊടുക്കാം. ഞാൻ ആരോ മോള്. തറയിലിട്ട് കുച്ചിപ്പിടി കളിക്കാ വേണ്ടത്. ആ പിന്നെ പോട്ടെ. ഹരി, It's very old, അല്ലേ? But it's nice. ചായ. Thank you. അച്ഛമാലേ. സത്യഭാമ. സൂപ്പർ. ഇതും നല്ലൊരു റിസർച്ച് വർക്ക് ആണല്ലോ. ഒരിപ്പിക്കണല്ലോ. സോ മിസ്റ്റർ ഹരി, ഇതെന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ILF മ്യൂസിക് തെറാപ്പി സെന്റർ, ഒരു ഫ്രഞ്ച് കൊളാബറേഷൻ. ആക്ച്വലി ഹരി കാണാത്ത ഒരു ആസ്പെക്ട് ഹരിയുടെ റിസർച്ച് വർക്കിനുണ്ട്. നിങ്ങളുടെ ട്രൈബൽ മ്യൂസിക് റിലാക്സിംഗ് തെറാപ്പിക്ക് ഒരു ബെസ്റ്റ് മെഡിസിൻ ആയിരിക്കും. So, Mr. Hari, what I meant is ഈ റിസർച്ച് വർക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവും. അതിന് സംഗീതം ഒരു വിൽപ്പനച്ചരക്കല്ലല്ലോ. ഞാനും കുറെ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടുള്ളതാ. ആന്റണിയോ സാൽവിയുടെ മാസ് ഓഫ് ഡെത്ത് സിംഫണിയാ, കേട്ടിട്ടുണ്ടോ? അമത്യോസ് എന്ന ചലച്ചിത്രത്തിന്റെ സംഗീതമാണത്. പക്ഷെ ഗീന, നിന്റെ ഒരു സിംഫണിക്കും പുല്ലാങ്കുഴലിന്റെയോ സരോദന്റെയോ നാദഗോപുരങ്ങളെ ഭേദിക്കാനാവില്ല. ഞാൻ മ്യൂസിക്കിന്റെ സയൻസ് ആണ് സംസാരിക്കുന്നത്, അല്ലാതെ വൈകാരികതയല്ല. ഈ എല്ലാത്തിനെയും ഒരു ലോജിക്കിന്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നത് നീ മഠയാണ്.
സംഗീതം അതെന്നും അത് യുക്തികൾക്കും അപ്പുറമാണ്. കിന, നീ തിരുവയ്യാറ് പോയിട്ടുണ്ടോ? കാവേരിയുടെ ജലതീരത്ത് നിനക്ക് ചെറിയൊരു കോവിൽ കാണാം. ആരുടേതാണെന്ന് തെരിയുമാ? ത്യാഗരാജസ്വാമികളുടേത്. അങ്ങ് നിൽക്കുമ്പോ നീ ഒരു രാഗവും താളവും അറിയണ്ട. പാര്, അങ്ങ് മനസ്സറിഞ്ഞൊന്ന് തൊഴുതു നിന്നാ പോതും. കാവേരിയുടെ ഓളങ്ങളിൽ നിനക്ക് കച്ചബൈ വീണയുടെ നാദം കേൾക്കാം. സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങൾ നിന്റെ ആത്മാവിലേക്ക് അഗ്നിയായി പടർന്നു കയറുന്നത് നിനക്ക് തിരിച്ചറിയാം. അവിടെ അവിടെ എന്നമ്മാ സയൻസ്. യെസ്, ഇങ്ങനെ ഒരാളെയാണ് ഞാൻ തേടി നടന്നത്. പ്ലീസ് എന്നെ നിരാശപ്പെടുത്തരുത് ഹരി. ഈ പ്രോജക്റ്റ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഒരു പാർട്ട്ണറായിട്ട്. ஏங்க எத்தனை வாட்டி தான் சொல்றது? வீட்ல இருந்து வீடி பலிക്കാൻ പാടില്ല ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. നശിപ്പിക്കാനായിട്ട് ഓരോന്ന് വന്നോളും. മன்னிச்சிடுங்க. അവന്റെ നിപ്പം പാവം കണ്ടോ മതി. ഹേ ബാവുൾ ഗായക, നീ പ്രണയത്തെക്കുറിച്ചും പ്രണയിനിയെക്കുറിച്ചുമൊക്കെ ഇത്ര പാട്ട് പാടിയിട്ടും എന്തേ നിന്നെ മാത്രം ആരും പ്രണയിച്ചില്ല? കള്ളി
സത്യഭാമേ, സത്യഭാമേ, അവരെല്ലാം എങ്ക? போடா போ. அப்பாவும் அம்மாவும் எல்லாரும் விட்டு நான் உங்க கூட வந்தில்லையா? இத்தனை நாள் உங்களுக்கு வேளா வேலைக்கு ஆகாரம் தந்து கவனிக்கவே இல்லையா? ஏன் என்ன இவ்வளவு அவஸ்தைப்படுத்துற? பாமா, கடவுளே, சத்து போயிட்டு பாருங்க. பாமா, நீ புரிஞ்சுக்கோ. ஒண்ணும் இல்ல. ചൂട് തെറ്റൊരു ആട്ടക്കാരിയുടെ ജീവിതം തുറന്നു പോയി കണ്ടോളാം ഞാനിതിന്. ബാമാ, ബാമാ, ഹേയ് ബാമാ, പിന്നെ അവരൊക്കെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞു വിട്ടു. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കൗസല്യ, ഇത് വെച്ചോ, ചെലവ് കിടക്കല. എന്തൊരു ഒരുക്കന്റെ ദൈവമാളെ. ഈ കൗസല്യ എന്താ സംബന്ധത്തിന് പോവാ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. ഹരിനാരായൺ എന്നൊരാള് നവരാത്രി സംഗീതോത്സവത്തിന് വരുന്നുണ്ടെന്ന് കേട്ടു. ആ ആള് തന്നെയാണോ ഈ ആള് എന്നെനിക്കറിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ, ഇപ്പൊ അങ്ങനെ ആയോ? നീ പോടച്ചേക്ക. അമ്മാള് വരൂ. അമ്മാളെ വാ. അമ്മാളെവിടെ? എവിടെ? വാ. അമ്മാളെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുതെന്ന്. അതിപ്പോ കൗസല്യയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല, ആള് വന്നില്ല. അമ്മാളെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്നാളും കൂടെയുള്ള യാത്ര ശരിയാവില്ല എന്ന്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നല്ല കുശാലായിട്ട് ചാപ്പാടടിച്ചിട്ട് അങ്ങോട്ട് പോവാ, അത്ര തന്നെ.
നല്ല കുശാലായിട്ട് ഷാപ്പാടി കഴിച്ചിട്ട് അങ്ങച്ചി പോവാ അച്ഛനെ. അതേ ഉള്ളൂ ചിന്ത. ഈ കഴിക്കുന്നൊക്കെ എവിടേക്കാ പോകുന്നതാവോ? പോത്ത്. ഉറങ്ങുവത് പോതും രാക്കാട്. എന്താടാ ചെക്ക, ഇന്ന് നിനക്ക് ചാക്കാളിയൊന്നും ഇല്ലേ? അറിഞ്ഞോ ദേവമാളെ? എന്ത്? നമ്മുടെ മാർത്താണ്ഡനെ. എന്താ മാർത്താണ്ഡന്? നമ്മുടെ ഭ്രാന്തൻ മാർത്താണ്ഡനെ കുതിരവട്ടത്തുണ്ട്. ഇന്നലെ ചങ്കലയും പൊട്ടിച്ചോണ്ട് ഓടിയതാ. കടവത്തിട്ട് എല്ലാരും കൂടെ ഓടിച്ചിട്ട് പിടിച്ച്. അയ്യോ, എനിക്ക് വയ്യ. நான் எப்படி தூங்குவோங்க கௌசல்யா? അമ്മാള് കിടന്നില്ലേ? എന്താ അമ്മാളെ? நானும் சத்து போடுமா கௌசல்யா? കിടന്നു. കാലൻ. സുപ്രുവിന് തെക്കന്റെ രഹസ്യങ്ങളൊക്കെ അറിയാം. ഇന്നലെയും പാലില് വെള്ളം ഒഴിച്ച് തെക്കേ മാടത്തിന്റെ പുറകിൽ വെച്ച് ഞാൻ കണ്ടു. അല്ല, നിന്റെ അയ്യരെ പറ്റി വല്ല വിവരമുണ്ടോ? ഇത്തവണ തേരോട്ടത്തിനെങ്കിലും വരുമോ? എന്റെ പെരുമാളെ, വരല്ലേന്ന എന്റെ പ്രാർത്ഥന. ഒരിക്കൽ വന്നു പോയതിന്റെ കടം ഈ കഴിഞ്ഞ തേരോട്ടത്തിനാ ഞാൻ കൊടുത്തു തീർത്തത്. അങ്ങേർക്കൊരാളുണ്ടെന്നാലോ കേൾവി മദ്രാസില്. അവളുടെ കഷ്ടകാലം. എനിക്ക് എന്റെ ദേവമാളുണ്ട്, കയറി കിടക്കാൻ ഒരു ഇടവും ഉണ്ട്. അത് മതി ധാരാളം. കൗസല്യം ഉള്ളത് ദേവമ്മാളിന്റെ ഒരു ഭാഗ്യവാ. മാർത്താണ്ഡം പോയത് പിന്നെ ദേവമാൾ ഉറങ്ങിയിട്ടില്ലെന്നാ കേക്കണത്. ശരിയാ, ഉറക്കില്ലെന്ന് മാത്രല്ല, കൂടെ കിടക്കുന്നവർക്ക് സ്വൈര്യം തരില്ല. ആ, എങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം അത്. ഭർത്താവും മകളും മരിച്ച പിന്നെ ഈ ഒരു അവസ്ഥയായത്. അത് ശരിയാ അമ്മാളെ. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പാതയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പാതിയും കൊണ്ടുപോയി
ലഹരിയുടെ പക്ഷികൾ. ग्रीष्म में सखी ग्रीष्म में सखी നമുക്കൊരു ഊഷ്മള ദീപ്തിയാർന്നൊരു മധ്യാന വേനൽ. എത്രമേൽ സുഖം, എത്രമേൽ വർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രധാനം. ഗ്രീഷ്മമേ സഖി. തിത്തിത്തേ 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 തിത്തിത്തേ. ദേ പാരു വീണ, പലതവണയും നീ സ്റ്റെപ്പ് തെറ്റിക്കണു. ഇനി തെറ്റിച്ചാലുണ്ടല്ലോ കവിളിട്ട് ഞാൻ ഒരു കുത്തു വെച്ചേരും. കളിക്ക്. തിത്തിത്തേ 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 തിത്തിത്തേ. കല ഭഗവാന്റെ വരദാനോ, ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തന്നത്. അതിലൊരിക്കലും നമുക്ക് അഹങ്കാരം പാടില്ല. അഹങ്കരിച്ച ഭഗവാൻ തന്നെ അത് തിരിച്ചെടുക്കും. പിഴയ്ക്കാത്ത ചുവടുകളാണ് ഒരു നർത്തകിക്ക് വേണ്ടത് ജീവിതത്തിലും. ഗിന, നീ പറയും പോലെ വാരണാസിയിലെ തെരുവുകളിലും മൈസൂരിലെ ഗലികളിലും അല്ല സംഗീതം. സഞ്ചാരപഥയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിര. കേട്ടിട്ടുണ്ടോ നീ? വെക്കണ കാലടികളെല്ലാം ശിവപെരുമാളിനുള്ള പ്രദക്ഷിണമെന്നാണ്. പാടിയതാരാണെന്ന് അറിയോ നിനക്ക്? ശ്രീ ശങ്കരാചാര്യ സ്വാമികള്. ശീർകാഴിയിലും ലാൽഗുഡിയിലും താളം ചവിട്ടുന്ന വയലേലകളിലും നിനക്ക് കേൾക്കാം ഗിനാ സംഗീതം. അവിടെ മുറ്റത്ത് കോലം വരയ്ക്കുന്ന കൈകളിൽ നിനക്ക് കാണാം ആ സംഗീതം. ഞാനുമുണ്ട് നിന്നോടൊപ്പം ഈ യാത്രയിൽ. നമുക്ക് നാളേക്ക് പോരാ? ഇല്ല, ഞാനും വരും. അവന്റെ സ്നേഹം കാണാമ പോച്ചു. പാക്കറിക്ക് അവനക്ക് കണ്ടില്ലയാ. அவனுக்கும் உனக்கும் சமயம் ரொம்ப மோசம். இனி ஒரு 6 மாச காலம் நீங்க 2 பேரும் ജാഗ്രതയായിരിക്കണം. മൃത്യു വരെ സംഭവിക്കാം. ഹരിയെ പൂട്ടിയിടണം എന്നാ പൂട്ടി തന്നെ ഇടണം. ഭയപ്പെടാതെ ആയിരിക്കല്ലേ? ഇങ്ങേ കെടുങ്ങോ. സത്യഭാമേ, വാതിൽ തുറക്ക്. വാതിൽ തുറക്കാനോ പറഞ്ഞേ? എനിക്ക് പോണം. ഇല്ല, ഉங்களை அப்படியே விட்டு கொடுக்க முடியாதுங்க. സത്യഭാമ,
வாதில் சொல்லுங்க. எனக்கு உங்க மேல எவ்வளவு பாசம் இருக்குன்னு தெரியாத என்ன? நான் சொல்லணும் கேளு. നിന്നെ നശിപ്പിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് പോണെന്ന്. സത്യഭാമ. കടവുളെ എന്നെ മன்னிச்சிடு. ഭാമ. ഋതുക്കൾ പടവുകൾ കയറി വർഷങ്ങൾ വീണ്ടും കൽപ്പാത്തിയുടെ വീതിയിൽ രഥചക്രമുരുട്ടി. കാലം ചിലർക്കൊക്കെ മാറി, ചിലരെയൊക്കെ മാറ്റി. ജപസൂര്യഗായത്രി ശ്രുതി ചേരും നേരത്ത് ഇളം മഞ്ഞിൽ വരമഞ്ഞളറയും നീതാ. പൂങ്കുയിൽ പാടുന്ന പുതുമനമുറ്റത്ത് പുലർവെയിൽ കോലങ്ങൾ എഴുതും നീതാ. നാലുകെട്ടിൻ്റെ അറവാതിൽ തുറക്കുന്നിതാ. നന്മയോലുന്ന ശ്രീദേവിക. ജപസൂര്യഗായത്രി ശ്രുതി ചേരും നേരത്ത് ഇളം മഞ്ഞിൽ വരമഞ്ഞളറയും നീതാ. പൂങ്കുയിൽ പാടുന്ന പുതുമനമുറ്റത്ത് പുലർവെയിൽ കോലങ്ങൾ എഴുതും നീതാ. പൂണുനൂൽ പോലെ ഈ പുഴ വന്നു പുണരുമ്പോൾ താഴ്വര ധ്യാനിച്ചു മിഴി പൂട്ടിയോ. ഉപനയനത്തിൻ്റെ ഉപവേദ ശംഖൊലി ആനന്ദമന്ത്രത്തിലിളകുന്നുവോ. ഋതുഭേദ സ്വരകന്യകൾ. ദേവമാളെ അറിഞ്ഞോ, നമ്മുടെ വിശാലാമാളില്ലയാ പോയി. രാത്രിയായിരുന്നു. ഇന്നലെ കോവിലിൽ പോയി വന്ന് കിടന്നതാ. രാവിലെ ഇളയ കൊച്ചൊന്ന് വിളിച്ചപ്പോഴാ സംഗതി മനസ്സിലായത്. വിശാലാമാളുടെ കാറ്റ് പോയാച്ചെന്ന്. അപ്പോ വിശാലാമാളും അങ്ങനെ പോയി. ആ മദ്രാസിൽ നിന്ന് ഇളയ മകനൊക്കെ വരണു ദേവമ്മ, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന്. ആ വണക്കം. അന്നേ വിശാലമ്മാള് മദ്രാശിയിലേക്ക് ചെക്കൻ്റെ കൂടെ പോയിരുന്നെങ്കിലേ കുറെ കാലം കൂടി ജീവിച്ചിരിക്കാമായിരുന്നു. അതെങ്ങനെ സമയമാകുമ്പോൾ പോയല്ലേ പറ്റൂ. ആ ദേവമ്മ, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ, ഒരു പട്ടരും കുട്ടിയും. പട്ടരും കുട്ടിയോ? ഓ തന്നെ, ഒരു പട്ടരും ഒരു കുട്ടിയും. അവര് പക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയൊന്നുമല്ല ദേവമ്മ സംസാരിക്കുന്നത്. വല്ല നാടോടികളുമായിരിക്കും. ആമാ. സുബ്രു, നീ കൊഞ്ചം വെളിയിൽ പോ. എനിക്ക് അമ്മാവക്കിട്ട് കൊഞ്ചം രഹസ്യം പേശണം. ആ അമ്മാളെ, ഞാനേ വിശാലമ്മളുടെ വീട്ടിൽ എന്നെ വിശേഷം പാത്തിട്ട് വരാം. ദേവമ്മ, ഇനി അധികം സമയം കളയണ്ട. നമുക്കൊരു വിൽപത്രം എഴുതി തയ്യാറാക്കണം. കാലശേഷം ഈ സ്വത്തും വകകളുമെല്ലാം അന്യാധീനപ്പെടണ്ടല്ലോ. But it
சௌக்கியமா? நீ இங்கே? நான் இங்கதான் இருக்கும் நீ. ஓ, குழந்தை? இது காஞ்சனா பாட்டி. காஞ்சனா, அப்புறமா வரேன். ம். காஞ்சனா, காஞ்சனா, காஞ்சனா. ദേവമോളെ, சாப்பிடு சாப்பிடு. பாட்டி செஞ்சது தான். எப்படி? நல்லா இருக்கா? இஷ்டம்? அப்பா பாயசம் வேணுமா? വേണ്ടമ്മാ. എന്റെ ഗൗരി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു പേരക്കുട്ടിയെ കണ്ടത്. അതിനെന്താ, ഇവളുണ്ടല്ലോ ഇല്ലേ? ചിലപ്പോഴൊക്കെ ചിലത് പകരം വയ്ക്കാൻ ഭഗവാൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി കണ്ടുമുട്ടണം എന്നുള്ളത് വിധി. ചായ. അതെ, കഴിഞ്ഞ വർഷത്തെ തേരോട്ടത്തിന്റെ കണക്കിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒരു ചായ പൊതുയോഗം കൂടി കണക്കൊക്കെ വെച്ചതല്ലേ, അത് അപ്പോഴല്ലേ പറയേണ്ടത്? എല്ലാം നമുക്കറിയണം. ഒരു ചായ. അറിഞ്ഞോ? കണക്കൊക്കെ കൃത്യം. അല്ല പിന്നെ എന്ത് ഉത്സാഹം! ഈ ഉത്സാഹം ചെയ്യുന്ന പണിയിൽ കൂടെ കാണിച്ചിരുന്നെങ്കിൽ ആ വക്കീലിന് 4-5 കേസും കൂടെ കിട്ടിയേനെ. ദേവമ്മാളിന്റെ വീട്ടിലൊരു മരപ്പെട്ടി കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരു നാൾ അവന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിച്ചു. സ്വാമി, എന്താ മോളെ ഒരാലോചന? കൽപ്പാത്തിയിലിരുന്ന് കാശി വരേക്കും എവ്വളോ ദൂരം വരും? ரொம்ப ദൂരമാ. അമ്മാളൊന്ന് അറിഞ്ഞു മനസ്സ് വെച്ച കാശിയിലേക്ക് ഒരു ചുവട് മാത്രം. ജന്മാന്തരങ്ങൾക്കപ്പുറമുള്ള കർമ്മദോഷങ്ങളുടെ പോലും പാപഭാരമകറ്റുന്ന പുണ്യഭൂമിയാണ് കാശി. ഗംഗയൊന്ന് തൊട്ടറിയാൻ നമ്മളെ തയ്യാറാക്കാം. വരൂ, ദൂരമേറെയില്ല. വാങ്ങോ.
ആ ശർമ്മേ, ആ ഗുമസ്തൻ, ആളൊരു ത്വരപ്പനാ. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത്? കിളവിയാണെങ്കിൽ ചാവുന്നുമില്ല. ചത്തിട്ട് ഈ വീട് സ്ഥലവും ആ തുണ്ടത്തിൽ സ്വാമിക്ക് കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടാക്കാന്ന് വെച്ചാ അത് നടക്കൂല. ആ പൂതിന് വേണ്ടെന്നാ തോന്നുന്നത്. അതെന്താ? അതെ, അപ്പുറത്ത് പട്ടർ വന്നതിന് ശേഷം കിളവിക്ക് ആകെ മാറ്റാം. കളിയും ചിരിയൊക്കെയാ. പറഞ്ഞതുപോലെ കനകാഭിഷേകം വരും പോകുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയാ തെളുങ്കത്തി കൊച്ചി എല്ലാം അടിച്ചോണ്ട് പോവുന്നാ. ആ വെള്ളപ്പാറ്റ ഞാനും കണ്ടിരുന്നു. എന്തോ അബദ്ധത്തിലൊന്ന് ചോദിച്ചതാ. പച്ചയ്ക്ക് തെറി പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. 1, 2 അല്ല, 15 കൊല്ലം ഈ കിടപ്പ് തുടങ്ങിയിട്ട്. കവലപ്പെടാതെ ചെല്ലാം. ഈ കിളവിക്ക് പാഷാണം വല്ലതും ഞാൻ കലക്കി കൊടുക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അയ്യോ, നേരം വെളുത്തു. പോ നോക്ക്. പോ കണ്ണാ. കഥ കടച്ചേക്ക്. തുറക്കടി. അവരവിടെ നിൽക്കുന്നു. ക്ഷമിക്കണം. ഞാൻ പോന്നു. കഥവ് സാത്തിട്ട് പോവാ. കൽപ്പാത്തി രഥോത്സവത്തിന് ഇനി കൃത്യമായി പറഞ്ഞ 7 നാൾ കൂടിയുള്ളൂ. പുരിയിലെ തേരോട്ടം ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 2-ാം നാളാണ്. ജഗന്നാഥ പെരുമാളിന് തേരോട്ടം. അത് കഴിഞ്ഞ് രഥങ്ങളുടെ ഒരു തിരിച്ചുപോക്കുണ്ട്. ബഹൂത ജാത്ര. കാണേണ്ട കാഴ്ചയത്. ഏവം സാങ്കല്പ്യ ദേവാഞ്ചരഥപൂർവാം ക്രമാദജേത്. രഥം അതെല്ലാ ദൈവങ്ങളെയും ശിവസ്വരൂപമായും വിഷ്ണു സ്വരൂപമായും പ്രതിബിംബിക്കുന്നു. ചക്രങ്ങൾ സൂര്യചന്ദ്രന്മാരും രഥത്തിൽ കുടികൊള്ളുന്നത് മറ്റെല്ലാ ദേവന്മാരുമാണ്. രഥത്തെ നയിക്കുന്ന കുതിരകൾ 4 വേദത്തെ കുറിക്കുന്നു. ബ്രഹ്മദേവനാണ് ഈ രഥത്തെ നയിക്കുന്നത്. രഥത്തെ കയറുകൊണ്ടെടുക്കുന്ന ഭക്തജനങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങൾക്കും ദൈവം പരിഹാരം നൽകുന്നു. മാത്രമല്ല അവർക്ക് പൂർണ്ണ അനുഗ്രഹവും ലഭിക്കുന്നു. പണ്ട് ചെറുപ്പകാലത്ത് അപ്പാ കൂടെ ഞാനും കൽപ്പാത്തി വന്നിട്ടുണ്ട് കച്ചേരിക്ക്. പാട്ടുകാരനല്ലേ? ഏയ്, അതൊക്കെ ഒരു ഭാഗ്യല്ലേ. പാട്ടിനും മറ്റെന്തൊക്കെയോ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുമുണ്ട്, ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഹരി,
അക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? കവലപ്പെടാതെ. എന്നാലും അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ചില മനുഷ്യരങ്ങനെയാ, പാപമേ ചെയ്യൂ. തെക്കേമഠത്തിലെ കൗസല്യ ഇത്ര ഭയങ്കരയാണെന്ന് ആരും അറിഞ്ഞില്ല. കൊറേ കാലായിട്ട് ഇങ്ങനൊരു സംബന്ധം ഉണ്ടായിരുന്നു അത്രേ. ആ പാവം ദേവമാളെ രണ്ടാളും ചേർന്നങ്ങ് അയ്യോ പെരുമാളെ. ഇപ്പൊ എവിടെയുണ്ട്? നാണക്കേട് സഹിക്കാൻ വയ്യാത്തോണ്ട് നാട് വിട്ടു പോയെന്നാ പറയണത്. സേലത്തുണ്ടെന്ന് സുപ്രൂനോട് ആരോ പറഞ്ഞത്രേ. ഇനി വരില്ലേ? വന്നിട്ട് എന്ത് കാര്യം? ഇനി എനിക്ക് അയാളെ വേണ്ട. എന്നെ വേണ്ടാത്തോണ്ടല്ലേ വേറൊരുത്തി തേടി പോയത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ നന്നായിട്ട് ജീവിച്ചു കാണിക്കേ. ആ വടയക്ഷി കൗസല്യ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ദേവമാളെ, ഇവിടെ 1/2 ലിറ്റർ അല്ലേ? ഞാൻ അങ്ങ് പാല് വിൽപ്പന തുടങ്ങി. ജീവിക്കണ്ടേ? ആദ്യത്തെ 1-2 നാള് പ്രശ്നമായിരുന്നു. ഇപ്പൊ ഒക്കെ തരായി. തെക്കനെ കുറിച്ച് ഏതാവത് വിവരം? എനിക്ക് ആ പേര് കേൾക്കുന്നത് ഇഷ്ടമല്ല. എന്നെ വേണ്ടാത്ത ആള് എന്നെ കളഞ്ഞിട്ട് പോയി. ഞാൻ അങ്ങനെ കൂട്ടിട്ടുള്ളൂ. ഞാനും ഇവിടെ ഒറ്റയ്ക്കായി, അമ്മാളും ഒറ്റയ്ക്കായി. അമ്മാളിനൊരു തുണയായി ഞാനിവിടെ കഴിഞ്ഞോട്ടെ. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. ദേവമാളൊന്നും കേട്ടിട്ടുമില്ല. ഞാൻ ഇറങ്ങുക. ഒക്കെ ഓരോ നാടകങ്ങളല്ലേ, നമ്മൾ ആടിത്തീരാത്ത കഥാപാത്രങ്ങൾ. എന്നാലും കൗസല്യ കർമ്മഫലത്തെ തേടാതെ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ ലോകത്തെ കടമ. ഓരോരുത്തര് അവരവരുടെ വേഷങ്ങൾ ആടിത്തിമിർക്കും. വേഷം കഴിയുമ്പോൾ അതഴിച്ചു വെച്ച് അവർ വേദി വിടും. പോകട്ടെ, പോയവര്. అప్పా ఏం చూస్తున్నా? చూడు నీళ్ళు చాలా బాగుంది. ఇక్కడ రామా, ఇక్కడ రా. ഇവളതാ ഉയര്. ജീവിച്ചിരുന്ന കാലത്ത് ദേഹം സത്യമായിരുന്നു. ഇപ്പോഴതൊരു പിടിച്ചാരം. ബാക്കിയായ മോഹങ്ങളും പേറി യാത്രയായവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ ജലാഞ്ജലി. ദേഹമെരിഞ്ഞ പട്ടടച്ചൂടിനേക്കാളും കർമ്മനൊമ്പരങ്ങളുടെ പാപച്ചൂടിൽ ഉരുകുകയാണ് ആത്മാക്കളെന്ന് വിശ്വാസം. ഇവിടെ ഈ ഭസ്മം നനയുമ്പോൾ പുണ്യത്തിൻ്റെ കുളിസ്പർശമായി അത് മാറുകയാണ്. ചിതാഭസ്മ നിമഞ്ജനത്തിൻ്റെ സാരം ഇതാണ്. എന്നെ വിട്ടു പോയവരെ വീണ്ടും പാക്ക മുടിയുമാ? ജാതസ്യ ഹി ധ്രുവോർ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ ഗീതയിൽ. അമ്മളെ, ദുഃഖം വേണ്ട. നാം ആരെക്കുറിച്ചെങ്കിലും വ്യസനിച്ചോ നമ്മെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ വ്യസനിക്കും. നാം ആരെക്കുറിച്ചെങ്കിലും സന്തോഷിച്ചോ നമ്മെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ സന്തോഷിക്കും. ഭാവനയ്ക്ക് ഭാവം ഫലമെന്ന് വസിഷ്ഠ ഗുഹയിലെ സന്യാസി. എല്ലാവരും സന്തോഷമുള്ളവരാണെന്ന് കരുതുന്നു. ഒരു മഹാപുരുഷനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഈ ഹരിക്ക് ഇപ്പോഴും ജ്ഞാനമില്ല അമ്മളെ. തേടി അലയുകയാണ്. ഗംഗോത്രിയിലും വാരണാസിയിലും കുടജാദ്രിയിലും ഇപ്പതാ ഇവിടെ ഈ കൽപ്പാത്തിയിലും. ഇവിടെ എൻ്റെ വേഷം വേദമണന്തശാലയിലെ വാദ്യാര്. രുദ്രപ്രയാഗിൽ നിന്നും കേദാർനാഥിലേക്കുള്ള വഴിയിൽ വലതുവശത്തൊരു ജലരാശിയുണ്ട്. അവിടെ സൂര്യരശ്മികളും ജലബിന്ദുക്കളും കൂടി ചേർന്ന് മഴവില്ലുണ്ടാക്കുന്നത് നോക്കി നിന്നൊരു നിമിഷം ഹൃദയത്തിൽ ഒരു ഉൾക്കിടലമുണ്ടായി. ഒരിടിമിന്നൽ. ജ്ഞാനവും അജ്ഞാനവും ഒന്നായി തീർന്ന നിമിഷം. അന്ന് മനസ്സിലായി അമ്മളെ, ജ്ഞാനമെന്താ അജ്ഞാനമെന്താണെന്ന്. അമ്മാളെ ജലരാശി ഒന്ന് കാണാൻ പോണം. ഈ വയസ്സുകാലത്തിന് ഞാനും. ഒന്നും അവസാനിക്കുന്നില്ല, ഒന്നും ആരംഭിക്കുന്നുമില്ല. അനാദിയായ കാലത്തിന്റെ ഏതോ ഒരു തുമ്പിലാണ് നാമൊക്കെ.
ചില കാര്യങ്ങൾ ദേവമാളനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ഇനി അറിയേണ്ടത് സത്യഭാമയെക്കുറിച്ചല്ലേ? തിത്തിത്തേ തിത്തിത്തേ. சரி இன்னைக்கு போதும். ஒரு நாளாச்சு, பாவம். அக்கா போதும், நீங்க போங்க. போதும் இல்லையா? സത്യഭാമേ, കഥവ് തുറക്ക.
മായുമീ ദേവയാനം ഓർമ്മകൾ ജാലകം ചാരുമീ അഗ്രഹാരം നാമ്പിടും നാൾ തൊട്ട് കൂടുന്ന മരണമേ നീവൾ കാലംബമാകുന്നു ഇന്ദ്രനഭസിൻ മന്ത്രമൊഴുകും സ്പന്ദന ശ്രീരാഗം തോരുന്നു വേനലിലൊരു മൺതിരിയുരുകി വേദനയിൽ മൃതി വീഴി തഴുകി അനാഥജാതകവീഥിയിൽ പാഴ്നിഴൽ വീഴും യാമമായി വിൻഹൃദയഹോമപ്പുരതന്നിൽ സൂര്യചന്ദ്രന്മാരുരുകുന്നു മോക്ഷഗതി എങ്ങാണെങ്ങാണോ മൗനഗതി മൂളും മഴമുകിലേ. അപ്പോ ഹരിയുടെ കുഞ്ഞല്ലേ? ജന്മം കൊണ്ടല്ല, ഇവളുടെ ഊരും പേരും ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ കാഞ്ചനെന്ന് വിളിക്കുന്നു, അവള് വിളി കേൾക്കും അല്ലേ? നാളത്തെ തേരോട്ടം പൊടി പൊടിക്കും അല്ലേ? എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിന്റെ അകത്തുള്ള ഭക്തജനങ്ങളും കലയത്തിലുള്ള തീർത്ഥാടനങ്ങൾ സാധ്യതയുള്ളതിനാൽ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നടാ എന്നടാ സ്വാമി പോയാച്ചു ദേവാ, സ്വാമി പോയാച്ചു, സ്വാമി സത്ത് പോയാച്ചു ദേവമ്മ, സ്വാമി പോയാച്ചു സ്വാമി പോയാച്ചു തേരി ചക്ര കേറി സ്വാമി സത്ത് പോയാച്ചു ദേവമ്മ.
ദേവമാളെ, നിങ്ങൾ നിങ്ങളുടെ സത്യം തിരഞ്ഞെടുത്തോ? നിശ്ചയമില്ലാത്തതാണ് മനുഷ്യരെല്ലാം ചെയ്യാൻ നിശ്ചയിക്കുന്നത്. മരണം ജീവിതത്തിന്റെ അവസാനമാണെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പ് അത് ചെയ്യേണ്ടത് ഞാനായിരുന്നു. ഈ മഹാകാശിയുടെ ഓരോ പടവുകളിലും കിടന്നുറങ്ങുന്ന അനേകം ജന്മങ്ങളായിരുന്നു. ആരാർക്ക് സ്വന്തം? നിനക്ക് നീ മാത്രമാണ് സ്വന്തം, എനിക്ക് ഞാൻ മാത്രവും. പരിഭ്രമിക്കേണ്ട. നിങ്ങളുടെ ശരീരം ഈ വിശ്വനാഥന്റെ നിശ്ചയത്തിന് വഴിപ്പെട്ട് ഇവിടെ പഞ്ചഭൂതങ്ങളിൽ വിഘടിക്കട്ടെ. സ്വയം പഴുത്തു പാകമായ പഴം ഞെടുപ്പിൽ നിന്നും അടരുന്നത് പോലെ മോഹങ്ങളിൽ നിന്നും സ്വയം വിടുതലുണ്ടാവട്ടെ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അടക്കി ബന്ധസ്വന്ധങ്ങളുടെ മാറാല നീക്കി പുറത്തു വരിക. ആത്മാവിന്റെ അമരജ്ഞാനത്തിനായി നാം കണ്ടുമുട്ടേണ്ടിയിരുന്നു. ഇവിടുന്ന് നിങ്ങളുടെ യഥാർത്ഥ ദേവയാനം ആരംഭിക്കുന്നു. ഇനിയൊരു ജന്മം അതുണ്ടാവാതിരിക്കട്ടെ. ഇത് നിനക്കുള്ളതാ. എന്നാലും ഇത് നിനക്ക് തരാൻ പറ്റിരുന്നതാ. മன்னிச்சிரு ദേവമാളെ. ബന്ധവും സ്വന്തവും മായുമീ ദേവയാനം, ഓർമ്മകൾ ജാലകം ചാരുമീ അഗ്രഹാരം, പാമ്പിടും നാൾ തൊട്ട് കൂടുന്ന മരണമേ ഇവൾ കാലംബമാകുന്നു. ഇന്ദ്രനഭസിൻ മന്ത്രമൊഴുകും സ്പന്ദന ശ്രീരാഗം തോരുന്നു. മരണം എന്നും എനിക്ക് ഭയമായിരുന്നു. ഇപ്പോഴും അതെന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ജീവരേഖ മാത്രം. ഹരി എനിക്ക് മനസ്സിലാക്കി തന്നതും അതാണ്. ഇവിടെ എന്റെ ദേവയാനം തുടങ്ങുകയാണ്. ഹരിയുടെ ഓർമ്മകൾ എന്റെ പാദങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ. മരണം ഒരുപക്ഷെ അവസാനമല്ലായിരിക്കാം. അതുപോലെ മരണഭയങ്ങളും അവസാനിക്കുന്നില്ല. ಅಂತ ನಿಂತ ಗೊಲ್ಲೆದಲ್ಲ ಅರಶೇದಿ ಮಾಣಿಕ್ಯಮೋ ಪಂತ ಮಾಡೆ ಕಂಸುನಿ ಪಾಲಿವರ ಶ್ರಮುಲೋ ಅಂತ ನಿಂತ ಗೊಲ್ಲೆ